ദേശീയ വിരവിമുക്ത ദിനം. മനുഷ്യ ശരീരത്തിലെ കുടലിൽ സാധാരണയായി കാണപ്പെടുന്ന പലതരത്തിലുള്ള സൂക്ഷ്മജീവികളുമുണ്ട്. ഇവയെല്ലാം സ്വാഭാവികമായ ശാരീരിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവയാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇതിന്റെ എണ്ണം കൂടുകയും ശാരീരിക പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. വിരകളാണ് ഇത്തരത്തിൽ പ്രശ്നമാകുന്നവരിൽ പ്രധാനികൾ. ഇതിനെ തുരത്തുന്നതിന് ആരോഗ്യവകുപ്പ് ചില പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ വിരകളെ തുരത്തിയോടിക്കുന്നത് സംബന്ധിച്ചുള്ള ബോധവത്കരണം നടത്താനുള്ള ദിവസമാണ് ഫെബ്രുവരി 8. ബോധവൽക്കരണത്തിന് പുറം വിരകളുടെ സ്ഥിരം ഇരകളായ കുട്ടികൾക്ക് മരുന്ന് നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ദിവസം രാജ്യമെമ്പാടും നടക്കാറുണ്ട്. ശരീരത്തിലെ വിരകൾക്ക് എന്തു ചെയ്യാനാകും, അവർ വെറും കൃമികളല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് തെറ്റി. കുട്ടിക്ക് വിശപ്പില്ല, ശരീരം നന്നാവുന്നില്ല തുടങ്ങിയ ഭൂരിഭാഗം അമ്മമാരുടെയും പരാതികൾക്ക് കാരണം വിരകളാണ്. ശരീരത്തിലെത്തുന്ന വിരകൾ കുട്ടികളുടെ കുടലിൽ കിടന്ന് ഭക്ഷണത്തിലെ പോഷകങ്ങൾ വലിച്ചെടുക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്യും. അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടാതെ പോകുന്നു. ഇതിലൂടെയാണ് പോഷകാഹാരക്കുറവ്, വിളർച്ച, രക്തക്കുറവ്, വയറുവേദന, നിരവധി വിരകൾ അടിഞ്ഞുകൂടി കുടൽ സ്തംഭനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടികളെല്ലാം മണ്ണിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മണ്ണിൽ വിരകളുടെ മുട്ടകൾ ധാരാളമുണ്ട്. മണ്ണിൽ കളിക്കുമ്പോൾ ഇത് നഖങ്ങൾക്കിടയിലും മറ്റും പറ്റിപ്പിടിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുടലിലെത്തുന്നു. ഇതാണ് പിന്നീട് ശല്യക്കാരനാകുന്നത്. കിഴങ്ങു വർഗ്ഗങ്ങളും മറ്റും വൃത്തിയായി കഴുകാതെ കഴിക്കുന്നത് വഴിയും വിരകൾ ശരീരത്തിലെത്താനുള്ള മറ്റൊരു വഴിയാണ്. വിരശല്യത്തിന് പ്രധാന പ്രതിവിധി ആൽബൻസോൾ ഗുളികകളാണ്. കൂടാതെ കുട്ടികളിൽ വ്യക്തിശുചിത്വം പാലിക്കാനുള്ള ബോധവത്കരണം നടത്തേണ്ടതും അത്യാവശ്യമാണ്. കഴിക്കുന്ന ഭക്ഷണം വിരകൾക്ക് നൽകാതെ സ്വന്തം ശരീരത്തിന് നൽകുക എന്ന ലക്ഷ്യമാണ് പ്രധാനം. ഇതിനുള്ള ബോധവത്കരണം നടത്തുന്നതിനൊരു ദിനം മാറ്റിവെച്ച സർക്കാർ ഉദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള പുതുതലമുറയാണ്. പുതുതലമുറയിലാണ് നാളത്തെ ഭാവിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിനാചരണത്തിനും ഏറെ പ്രസക്തിയുണ്ട്. പരിസര ശുചിത്വത്തിന്റെയും വ്യക്തിശുചിത്വത്തിന്റെയും അഭാവം മൂലമാണ് വിരബാധ ഉണ്ടാകുന്നത്. വിരശല്യം, വയറുവേദന, ഛർദി, വയറിളക്കം, ക്ഷീണം എന്നിവയുണ്ടാകും. വിവിധ മാർഗങ്ങളിലൂടെയാണ് വിരകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വിരബാധ ആരോഗ്യത്തെയും പോഷകനിലവാരത്തെയും ബാധിച്ച് വിളർച്ചയിലേക്കും വളർച്ചാ മുരടിപ്പിലേക്കും നയിക്കുന്നു. മണ്ണില് കൂടി പകരുന്ന വിരകള് മനുഷ്യന്റെ ആമാശയത്തില് ജീവിച്ച് മനുഷ്യനാവശ്യമുള്ള പോഷകങ്ങളെല്ലാം ആഗിരണം ചെയ്തു വളരുകയും പൊതുസ്ഥലത്ത് മലവിസർജനം നടത്തുന്നതുവഴി ഇതിന്റെ മുട്ടകൾ മണ്ണിലും ജലത്തിലും കലരാന് ഇടവരികയും ചെയ്യുന്നു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വേണ്ടവിധം വൃത്തിയാക്കാതെ ഉപയോഗിച്ചാലും സുരക്ഷിതമല്ലാത്ത വെള്ളത്തിലൂടെയും കൈകൾ ശുചിയാക്കാതെ ഭക്ഷണം കഴിക്കുമ്പോഴും രോഗപകർച്ച ഉണ്ടാകാം. കുട്ടികൾക്ക് 6 മാസത്തിലൊരിക്കൽ വിരയിളക്കൽ നടത്തിയാൽ വിരബാധ ഇല്ലാതാക്കുന്നതിനും മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയുന്നതിനും കഴിയും. വർഷത്തിൽ 2 പ്രാവശ്യം വിരയിളക്കൽ നടത്തണമെന്ന് ലോകാരോഗ്യ സംഘടന അനുശാസിക്കുന്നു. കുട്ടികൾക്ക് വിര ഗുളിക നൽകുമ്പോൾ വീട്ടിലെ മറ്റു അംഗങ്ങളും വിര ഗുളിക കഴിക്കുന്നത് ഉചിതമായിരിക്കും. ഗർഭിണികൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ വിര ഗുളിക കഴിക്കുവാൻ പാടുള്ളൂ. വിരബാധ മൂലം കുട്ടികളിലെ പോഷണക്കുറവും വിളർച്ചയും മാനസികവും ശാരീരികവുമായ ആരോഗ്യക്കുറവും സാധാരണമാണ്. മണ്ണില് കളിക്കുക, ശുചിത്വമില്ലാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളാലാണ് വിര ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. കൈക്കപ്പുഴു, നാടവിര തുടങ്ങിയ വിരകളാണ് കുട്ടികളുടെ വയറിലെത്തുന്നത്. കുട്ടികളിലെ വിളർച്ച ഒഴിവാക്കി പ്രതിരോധശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുകയാണ് വിരവിമുക്ത ഗുളികയുടെ പ്രവർത്തനം. 2 മുതൽ 19 വയസ്സുവരെയുള്ള കുട്ടികൾ 6 മാസത്തിലൊരിക്കല് ഉച്ചഭക്ഷണത്തിനു ശേഷം ഗുളിക ചവച്ചരച്ച് കഴിക്കണം. 1-2 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പൊടിച്ച് വെള്ളത്തിൽ അലിയിച്ചു ഗുളിക നൽകണം. വിര നിർമ്മാർജ്ജനത്തിന് സഹായിക്കുന്ന വീട്ടുവൈദ്യങ്ങൾ. സമീകൃതാഹാരം കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയ പഴങ്ങളും പച്ചക്കറികളും കുട്ടികൾ കഴിക്കണം. വൃത്തിഹീനമായ സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം കുടിക്കരുത്. നിങ്ങളുടെ കുട്ടികളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. മഞ്ഞൾപ്പൊടിയും ഉണക്ക വേപ്പിൻ പൊടിയും വിരകളെ നേരിടാൻ ഫലപ്രദമാണ്. നിങ്ങളുടെ കുട്ടി നല്ല ശുചിത്വശീലങ്ങൾ പിന്തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നന്നായി കൈകൾ കഴുകണം. നിങ്ങളുടെ കുട്ടിക്ക് കഴുകാത്ത പഴങ്ങളും പച്ചക്കറികളും നൽകരുത്. ഫിൽട്ടർ ചെയ്തതോ തിളപ്പിച്ചതോ ആയ വെള്ളമാണ് കുട്ടി കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. കുഞ്ഞുങ്ങളുടെ അടിവസ്ത്രവും മറ്റും നന്നായി ചൂടുവെള്ളത്തില് കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കുക. കുഞ്ഞുങ്ങളുടെ നഖം വെട്ടുക, അഴുക്ക് കളയുക. നഖം കടിക്കുന്ന ശീലം നിർത്തുക. വീട്ടിലെ മറ്റു കുട്ടികൾക്കും ഒരേ ദിവസം വിരമരുന്ന് നൽകുക. ദേശീയ വിരവിമുക്ത ദിനാചരണം ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിക്കാനുള്ള അത്യന്തം പ്രധാനപ്പെട്ട ശ്രമമാണ്. വിരബാധ മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന പോഷണക്കുറവ്, വിളർച്ച, വളർച്ചാ മുരടിപ്പ്, മാനസിക ശാരീരിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ലളിതമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. സമയബന്ധിതമായ വിരയിളക്കൽ, വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കൽ, ശുദ്ധമായ ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കൽ എന്നിവയിലൂടെ വിരബാധയെ ഫലപ്രദമായി നിയന്ത്രിക്കാം. സർക്കാർ പദ്ധതികളോടൊപ്പം രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും കൂട്ടായ പരിശ്രമമാണ് വിരവിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായകമാകുന്നത്. ആരോഗ്യമുള്ള കുട്ടികളാണ് ആരോഗ്യകരമായ നാളെയുടെ അടിസ്ഥാനം എന്ന ബോധ്യത്തോടെ ഈ ദിനാചരണത്തിന്റെ പ്രസക്തി നമുക്ക് ഉൾക്കൊള്ളാം.